ഒരു തനി നാടൻ ഐറ്റമാണ് മഞ്ഞച്ചോറും അല്ലെങ്കിൽ വിരിഞ്ചിയും ബീഫ് കറിയും. കോഴിക്കോട് ഏരിയയിലുള്ള എല്ലാവർക്കും പരിചിതമാണ് മഞ്ഞച്ചോറും ബീഫ് കറിയും. ആണ്ടുകളിലും മദ്രസ പരിപാടികളിലുമൊക്കെ ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് മഞ്ഞച്ചോറും ബീഫ് കറിയും. ആദ്യം നമുക്ക് ചോറുണ്ടാക്കാം. അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിലേക്ക് 3 ഏലക്ക, 3 കറാമ്പൂ, 2 കഷ്ണം പട്ട, ഇതിൻ്റെ കൂടെ തന്നെ 1 കഷ്ണം സവാള അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായി വാട്ടിയെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് 2 തണ്ട് കറിവേപ്പിലയാണ് ചേർത്തത്. സവാള വാടി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ പാത്രത്തിന് 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ പാത്രത്തിലാണ് അരിയെടുത്തത്, അതുകൊണ്ട് ഈ പാത്രത്തിൻ്റെ അളവിലാണ് വെള്ളവും എടുത്തത്. ഞാൻ കുറുവ അരിയാണ് എടുത്തത്. കുറുവ അരി കൊണ്ട് മഞ്ഞച്ചോറ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അരി നല്ലതുപോലെ കഴുകി വെള്ളം വാരാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റുക. അടുപ്പിൽ വെച്ച വെള്ളം നല്ലോണം വെട്ടി തിളയ്ക്കുമ്പോൾ അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയതിന് ശേഷം അധികം അരഞ്ഞു പോവാതെ എടുക്കണം. എന്നിട്ട് വെന്ത് വരുന്ന ചോറിലേക്ക് അരച്ച മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കത്തിക്കാതെ ചെറിയ തീയിൽ വെച്ച് ചോറ് വേവിച്ചെടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മഞ്ഞച്ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള ബീഫ് കറി ഉണ്ടാക്കിയാലോ. അതിനു വേണ്ടി 3 സവാള, 1 ഉരുളക്കിഴങ്ങ്, 3 പച്ചമുളക് കട്ട് ചെയ്തതും, 2 വലിയ തക്കാളി അരിഞ്ഞതും, അതിൻ്റെ കൂടെ 3 കറാമ്പൂ, 2 ഏലക്ക, ചെറിയ കഷ്ണം പട്ട, അതുപോലെ കഴുകി വെച്ച ബീഫും തയ്യാറാക്കി വെച്ച എല്ലാ ചേരുവകളും ഒരു കുക്കറിലേക്ക് മാറ്റുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കരിവേപ്പിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുക. ഗ്യാസ് ഓണാക്കി കുക്കർ അടുപ്പിൽ വെച്ച് കുക്കറിൻ്റെ മൂടി അടച്ച് വെച്ച് 8 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. ചട്ടി അടുപ്പിൽ വെച്ച് ഗ്യാസ് ഓണാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് മൂത്ത് വരുന്നിട്ട് അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ചേർത്തിളക്കി അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം വേവിച്ച് വെച്ച ബീഫ് കറി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ബീഫ് കറിയും മഞ്ഞച്ചോറും റെഡിയായിട്ടുണ്ട്. ഒന്നുണ്ടാക്കി നോക്കൂ.